ഒരു ബോംബ് കഥയാണ് ഇന്ന് പറയാനുള്ളത്. കണ്ണൂരിൽ ബോംബ് പൊട്ടി ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടും ഇനിയും ബോംബുകൾ പൊട്ടട്ടങ്ങനെ പൊട്ടട്ടെ എന്ന് ആവേശം മൂത്ത് പറഞ്ഞ ഒരു MP-യുടെ കഥ. ദി സിംഗം കെ സുധാകരൻ. നമ്മുടെ കഥ നടക്കുന്നത് അങ്ങ് കണ്ണൂരിൽ. വരൂ, നമുക്ക് അവിടേക്ക് പോകാം. പോണതൊക്കെ കൊള്ളാം, പക്ഷെ വഴിയിൽ വല്ല സ്റ്റീൽ പാത്രം എങ്ങാനും കിടക്കണത് കണ്ടിട്ടുണ്ടെങ്കിൽ തൊടാൻ പോലും നിൽക്കണ്ടാട്ടാ. തുറന്നാൽ പിന്നെ ചെറുതായി ഒന്ന് മരിച്ചു പോകും, വേറെ പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ബോംബ് പൊട്ടി ഒരു നിരപരാധി മരിച്ചു. ആ ബോംബിന്റെ ഉത്തരവാദി ഇനി ആരാണാവോ? ഇത് തീർത്തും നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. ആ നിയമവിരുദ്ധമായ പ്രവർത്തനത്തെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടും. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകേണ്ടതായിട്ടില്ല. കുറച്ചു നാൾ മുന്നേ ഇതേ കണ്ണൂര് പാനൂര് ബോംബ് സ്ഫോടനം ഉണ്ടായി പാർട്ടിക്കാരനാണ് മരിച്ചത്. അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഇത് CPIM-മായി യാതൊരു ബന്ധവുമില്ല എന്ന് CPIM തന്നെ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. പിന്നെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ അത് സാധാരണഗതിയിൽ ഉയർത്തുന്നുവെന്ന് മാത്രമേ ഈ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് കാണേണ്ടതായിട്ടുള്ളൂ. അന്ന് പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് നാവ് വായിൽ കിട്ടുള്ളൂ. അപ്പൊ തന്നെ ബോംബ് നിർമ്മാണത്തിന്റെ പേരിൽ DYFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്ത് ചെയ്യാം, ബോംബ് നിർമ്മാണത്തിന്റെ ഇടയിൽ സ്ഫോടനം ഉണ്ടായപ്പോ ജീവൻ രക്ഷിക്കാൻ ഓടിക്കൂടി ആ ചെറുപ്പക്കാരുടെ നല്ല മനസ്സ് ആരും കാണാണ്ട് പോയി. ലോകത്തിന്റെ ഒക്കെ ഒരു പോക്കേ. ഇപ്പോഴത്തെ ബോംബിലും പാർട്ടിക്ക് ഒരു പങ്കില്ല കേട്ടോ. ഈ വീട് ഞങ്ങള് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു 10-15 വർഷം മുമ്പ്. അപ്പോൾ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയിട്ട് അവർ വന്നാണ് ഇതിൻ്റെ മുമ്പിൽ ബോംബുണ്ട്, നമുക്ക് പേടിയാവുന്നു. ആ ബോംബ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടകക്കാർ വാടക ഒഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ ഈ വീട് വിറ്റാക്കും. ഈ വീടിൻ്റെ പറമ്പത്തിൽ നിന്ന് 3 ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. എന്തൊക്കെ ആരോപണങ്ങളാണ് ഈ കുട്ടി പറയണത്? എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, കോമ്രേഡ്സ് പ്രതികളായ ബോംബ് സ്ഫോടനങ്ങളൊന്നും ശരിക്കും കുറ്റകൃത്യമല്ലാട്ടോ. അതൊക്കെ വർഗീയ ശക്തികൾക്കെതിരായ അവരുടെ പോരാട്ടാണ്. അതുകൊണ്ടല്ലേ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടായി കൊല്ലപ്പെടുന്നവരെ രക്തസാക്ഷിയാക്കുന്നതും അവർക്ക് വേണ്ടി സ്മാരകം പണിയണതും. കണ്ണൂർ എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടിയത് നിർമ്മാണത്തിനിടെയല്ല. അതുകൊണ്ട് തന്നെ ജീവൻ നഷ്ടപ്പെട്ടത് ഒരു നിരപരാധിക്കാണ്. പറമ്പിൽ തേങ്ങയെടുക്കാൻ പോയ വയോധികനാണ് സ്റ്റീൽ ബോംബ് പൊട്ടി കൊല്ലപ്പെട്ടത്. 5 വർഷത്തിനിടെ കണ്ണൂരിൽ കണ്ടെടുത്തത് 252 ബോംബുകളാണ്. ഇതെന്താണിത്? ഹോൾസെയിലായിട്ട് അവിടെയാണോ ബോംബ് ഉണ്ടാക്കുന്നത്? പറയുമ്പോൾ പിണറായി വിജയന്റെയും കെ സുധാകരന്റെ ഒക്കെ നാടാണ്. എന്നിട്ട് എന്താ കാര്യം? വിഷുവിന് പടക്കം പൊട്ടണ പോലെയല്ലേ അവിടെ ബോംബ് പൊട്ടണത്? ഏകപാലം പറഞ്ഞൊരു വലിയ പരാതി എന്താണ്? ഈ സഖാക്കളോട് പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും കാട്ടി തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യണം, അല്ലെ നമ്മളെ ചിഹ്നം എലിപ്പെട്ടിയായി പോകുന്നതാണ്. ബാലനെ പേടിക്കേ വേണ്ട, ചിഹ്നം നല്ല ചിഹ്നം ഓൽക്കുണ്ട്, ബോംബാക്കിയാൽ മതി. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല CPM-ന്റെ ചിഹ്നം ബോംബാണ്. അത് ആക്കി കൊടുത്താൽ പിന്നെ ആ ടെൻഷൻ വെക്കണ്ട, പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ. പാനൂർ ബോംബ് സ്ഫോടനം ഉൾപ്പെടെ നാടൻ ബോംബ് നിർമ്മാണത്തിനിടെ 1998 ശേഷം മരിച്ചത് 10 പേരാണ്. അതിൽ 6 പേര് CPM പ്രവർത്തകര്, 4 പേര് RSS പ്രവർത്തകര്. അപ്പൊ എല്ലാരും കണ്ണക്കന്നെ. എന്താ ഇത്? ഈ വൃത്തികെട്ട പാട്ടുകളൊക്കെ ആരാ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? കണ്ണൂരിലെങ്ങും ബോംബ് പേടി. ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. കണ്ണൂരിനെ രക്ഷിക്കാൻ ഇനി ഒരാൾക്കേ പറ്റൂ. എവിടെ ഞങ്ങളുടെ കണ്ണൂർ MP? സുധാകരൻജി, കണ്ണൂരിനെ അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വീണ്ടും ബോംബ് പൊട്ടി അപകടം ഉണ്ടായിരിക്കുകയാണ്. ബോംബ് ഇനിയും പൊട്ടാനുണ്ട്, പൊട്ടി കുറച്ച് കഴിയട്ടെ, എന്നിട്ട് നിങ്ങളെ കാണാം. ശരി, വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലല്ലോ. ബോംബ് പൊട്ടി ഒരു വൃദ്ധൻ മരിച്ചു എന്നാ പറഞ്ഞത് ശരിക്കും കേട്ടല്ലോ അല്ലേ? വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലല്ലോ. സ്വന്തം ജില്ലയിൽ ബോംബ് പൊട്ടിയതിനെ കുറിച്ച് ചോദിക്കുമ്പോ പറയാ, മരിച്ചത് വയസ്സായ ആളല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന്. നന്നായിട്ടുണ്ട്. അതെ, ഇത് സുധാകരൻജി മനഃപൂർവ്വം പറഞ്ഞൊന്നല്ലാട്ടാ, അറിഞ്ഞോണ്ട് പറഞ്ഞതാ. അല്ല, പുള്ളി ഉദ്ദേശിച്ചത് ഈ അർത്ഥമല്ലാന്ന് പറയായിരുന്നു. ബോംബ് സ്ഫോടനത്തിന്റെ അകത്ത് ചെറുപ്പക്കാരെ കൊല്ലാത്ത CPM-ന്റെ അപൂർവ കൊലകളിൽ ഒന്നാണ് ഇത്. അത് മെച്ചെന്നല്ലാണ്ട് എന്താ പറയേണ്ടത്? അല്ല, അതിന് വൃദ്ധനല്ലേ മരിച്ചത്, യുവാവല്ലല്ലോ എന്ന് പറഞ്ഞ് പുച്ഛിക്കാൻ പാടുണ്ടോ സുധാകരൻജി? വൃദ്ധം മരിച്ചു എന്നത് ഞാൻ വൃദ്ധം മരിച്ചെന്നല്ല പറഞ്ഞത്. പറഞ്ഞു സുധാകരൻജി പറഞ്ഞു. ജി മറന്നുപോയതാ, വിഷമിക്കണ്ട, ഓർമ്മിപ്പിച്ചേരാട്ടോ. വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലല്ലോ. ഞാൻ പറഞ്ഞത് അവിടെ ചെറുപ്പക്കാർ മരിച്ചില്ല. ചെറുപ്പക്കാർ മരിച്ച ഈ കഴിഞ്ഞതെല്ലാം ദിവസങ്ങളിൽ എത്ര ചെറുപ്പക്കാരെ കൊന്നു, എത്ര ചെറുപ്പക്കാരെ CPM-കാർ കൊന്നു. ഈ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തക നേതാക്കന്മാരെ അവരെത്ര എണ്ണത്തിന് ബോംബ് പൊട്ടിച്ച് മരിപ്പിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെ ഇതങ്ങനെ ഒരു മരണം പോകുമ്പോൾ ചെറുപ്പക്കാർ കുറേ ആളുണ്ട് ജീവിക്കുന്നത്.
അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് നിങ്ങളെന്തെങ്കിലും പുകച്ച് കാറ്റുന്നുണ്ടെങ്കിലും കയറ്റിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനിത് എത്ര കണ്ടു, എത്ര കേട്ടു. ആ ശരി എന്നാൽ. അപ്പൊ സുധാകരൻജി പറഞ്ഞതല്ല പ്രശ്നം, കേട്ട് ഇമ്മക്കാണ് പ്രശ്നമല്ലേ? ഓ സുധാകരൻജിയുടെ ഓരോരോ തിയറികളെ. അല്ല സുധാകരൻജി, അപ്പൊ CM നിയമസഭയിൽ പറഞ്ഞല്ലോ ബോംബ് പിടിച്ചത് മുഴുവനും DCC ഓഫീസിൽ നിന്നാണെന്ന്. അതെ, അതിന് പറയേണ്ട ഉത്തരം ഞാൻ ഇടുന്ന പത്രക്കാരോട് പറയുന്നത് ശരിയല്ല. എന്താണ് ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളതെന്ന് പത്രക്കാരോട് പറഞ്ഞിട്ട് പിണറായി വിജയനല്ലേ പറഞ്ഞു? ആണത്തുണ്ടോ പിണറായി വിജയന് പറയാൻ? അവൻ വെട്ടിക്കൊന്ന ആളെത്രയാ, അവൻ വെടിവെച്ച് കൊന്ന ആളെത്രയാ, അവൻ ബോംബെറിഞ്ഞ് കൊന്ന ആളെത്രയാ? പറയണോ ആളുകളെ പേര് ഇനിയും? മത്സരിക്കുന്ന കാലം മുതൽ, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ? എത്ര ആളുകളെ കൊന്നു? കെ സുധാകരൻ ആ റെക്കോർഡില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിനെ കേരളത്തിൽ നിന്നുള്ള ഒരു MP വിളിക്കാണ് അവൻ. അതും പോരാഞ്ഞിട്ട് അവൻ ബോംബിട്ടു, അവൻ കുത്തിക്കൊന്നു, അവൻ വടിവാള് വീശിന്ന്. സുധാകരൻജിയുടെ തിയറികളും സംസ്കാര സമ്പന്നമായ ആ ഭാഷയും അത്യത്ഭുതം തന്നെ. മാർവലസ്, ഒന്നും പറയാനില്ല. ഇതൊക്കെ എന്ത്? DCC ഓഫീസിൽ നിന്ന് ബോംബ് പിടിച്ചെന്നുള്ള മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന് നല്ല ഭാഷയിൽ അപ്പൊ മറുപടി ഒന്നുമില്ല അല്ലേ? ആ DCC ഓഫീസിൽ വന്ന് സെർച്ച് ചെയ്ത് പോലീസുകാർ കൊണ്ടുവന്നില്ല. CPM ഓഫീസിൽ നിന്ന് ബോംബ് പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഓഫീസിൽ എവിടുന്ന ബോംബ് പിടിച്ചത്? DCC ഓഫീസിൽ നിന്ന് എഴുതാ ബോംബ് പിടിച്ചത്. അതിനാ പറയുന്നത് അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ മനസ്സിലാക്കരുത്. അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി. കോൺഗ്രസ്സുകാരന്റെ ആ ബോംബ് എറിലൊന്നും ആരും മരിച്ചിട്ടില്ല. ഞങ്ങൾ ആരെയും ബോംബ് എറിഞ്ഞിട്ടില്ല, കൊന്നിട്ടില്ല, ബോംബ് നിർമ്മിച്ചിട്ടില്ല. മനസ്സിലായോ? ഞങ്ങൾക്കല്ലേ സേവറി ഹോട്ടലാരാ? ഞാനല്ലേ, നമുക്കതിലേ എറിഞ്ഞത് ബോംബ്. മുഖ്യമന്ത്രിനെ വിവരം കെട്ടവെന്ന് കെ സുധാകരൻ. ഇതിനും ഭേദം സുധാകരൻജിയോട് ഒന്നും ചോദിക്കാണ്ടിരിക്കുന്നതായിരുന്നു. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. ഒരു MP ആണല്ലോ എന്ന് കരുതി ചോദിച്ചു പോയതാണ് എന്റെ പൊന്നോ. അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി. നിങ്ങളെ സൂക്കേട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ഇരിക്കട്ടെ. ശരി, വിട്ടോ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? കണ്ണൂരിലെ അവസാനിക്കാത്ത ഒറ്റപ്പെട്ട ബോംബ് സ്ഫോടനങ്ങളും വയസ്സായ ആളുടെ ജീവന് വില കൽപ്പിക്കാത്ത ഒരു MP-യും. ഇതൊക്കെ കാണാനും കേൾക്കാനാണല്ലോ നമ്മുടെ വിധി. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ചയാണ്. നന്ദി, നമസ്കാരം.